എക്സസൈസ് 3.1 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ വീൽ മേക്ക് 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. അതായത് ഇൻ 1 മിനിറ്റിനകത്ത് 1 മിനിറ്റ് വീൽ മേക്ക് 360 റെവല്യൂഷൻ. 360 റെവല്യൂഷൻ 1 മിനിറ്റിനകത്ത് ഒരു വീല് മേക്ക് ചെയ്യുന്ന എത്രയാണ്? 360 റെവല്യൂഷൻ ആണ്. അങ്ങനെയാണ് ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ മക്കളെ? 60 സെക്കൻഡ് അല്ലേ? അപ്പൊ ഈ 1 മിനിറ്റിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 60 സെക്കൻഡ് ദ വീൽ മേക്ക് വീണ്ടും 360 റെവല്യൂഷൻ വരും. അതായത് ഇവിടെ നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് 1 മിനിറ്റിൽ വീൽ മേക്ക് 360 റെവല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി ഇൻ 1 മിനിറ്റ് ദ വീൽ മേക്ക് 360 റെവല്യൂഷൻ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. അപ്പൊ 60 സെക്കൻഡിൽ വീൽ മേക്ക് എത്രയാണ്? 360 റെവല്യൂഷൻ. 60 സെക്കൻഡിൽ വീൽ മേക്ക് ചെയ്യണം 360 റെവല്യൂഷൻ ആണെങ്കിൽ 1 സെക്കൻഡിൽ എന്തായിരിക്കും? 1 സെക്കൻഡ് ദ വീൽ മേക്ക് എത്രയായിരിക്കും? എത്ര? 360 ഡിവൈഡഡ് ബൈ 60 വരും. 60 റെവല്യൂഷൻ വരും. അതെങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു നമ്മളൊരു കടയിൽ പോയി 8 മിഠായി മേടിച്ചു. 8 മിഠായിക്ക് 10 രൂപ കൊടുത്തെങ്കിൽ ഒരു മിഠായിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളവിടെ വരുന്നത്? 10 ഡിവൈഡഡ് ബൈ 8 വരും അല്ലേ? ഇപ്പൊ നമ്മൾ കടയിൽ പോയി വേറൊരു 15 പേന മേടിച്ചു. 15 പേനയ്ക്ക് കൂടി നമ്മൾ 50 രൂപ കൊടുത്തു. അപ്പോൾ ഒരു പേനയുടെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് 60 സെക്കൻഡ് കൊണ്ട് 360 റെവല്യൂഷൻ പൂർത്തിയാക്കുമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കുന്ന റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും. അപ്പൊ ഈ 0 വെട്ടിപ്പോവും. 6 വെട്ടിപ്പോയിട്ട് നമുക്ക് 6 റെവല്യൂഷൻ കിട്ടും. 6 റെവല്യൂഷൻ കിട്ടും. ഇൻ 1 മിനിറ്റിനകത്ത് വരുന്ന, അതായത് 1 സെക്കൻഡിൽ വരുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 6 റെവല്യൂഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ? ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ് എന്ന് ചോദിച്ചാണ്. റേഡിയനിലാ ചെയ്യണേ. ഇൻ 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു 2π റേഡിയൻ ആണ്. 2π റേഡിയൻ ആണ്. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ ഹൗ മെനി റേഡിയൻ ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ് എന്ന് ചോദിച്ചേക്കണേ. അപ്പൊ 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ പറഞ്ഞേ? 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ. ദെൻ ആംഗിൾ ടേൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര വരും? ഒരു സെക്കൻഡിനകത്തുള്ളത് 6 റെവല്യൂഷൻ ആണ്, 6 ആണ്. അപ്പൊ മൊത്തം 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനിൽ പറയുമ്പോൾ എത്രയാ? 2π ആണ്. അപ്പൊ 6 × 2π വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 12π വരും. അപ്പൊ ആംഗിൾ ടേൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 12π ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1 മിനിറ്റിൽ വീൽ മേക്ക് 360 റെവല്യൂഷൻ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? 60 സെക്കൻഡ്. 60 സെക്കൻഡ് ദ വീൽ മേക്ക് അപ്പൊ എന്ത് വരും? 360 റെവല്യൂഷൻ വരും. അപ്പൊ 1 സെക്കൻഡിലെ വീൽ മേക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 60 വരും. അപ്പൊ നമുക്ക് 6 റെവല്യൂഷൻ കിട്ടും. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്? റേഡിയനിലാണ്. 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻ ആണ്. അപ്പൊ ആംഗിൾ ടേൺ ഇൻ 1 സെക്കൻഡ് എത്രയാണ്? ഒരു സെക്കൻഡിൽ 6 റെവല്യൂഷൻ ആണ്. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? 1 സെക്കൻഡിനെ റേഡിയൻ ആക്കാൻ നേരത്ത് ഈ 6നെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഈസ് 12π കിട്ടും. ക്ലിയർ ആയല്ലോ? 4th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെന്റിമീറ്റർ ബൈ ദ ആർക്ക് ലെന്ത് 22 സെന്റിമീറ്റർ. നമ്മുടെ ഇവിടെ ക്വസ്റ്റിനകത്ത് ആർക്ക് ലെന്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ L ആണ്. L 22 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് തന്നേക്കണം അത് ആദ്യമേ നമ്മൾ എഴുതുക. അപ്പൊ ആർക്ക് ലെന്ത് 22 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ L എന്ന് പറഞ്ഞ എന്താണ്? 22 സെന്റിമീറ്റർ എഴുതി. ഇനി നമ്മളോട് പറഞ്ഞേക്കണം സെന്റർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 6 തന്നിട്ടുണ്ട്. 100 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കണ കാര്യങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ വായിച്ചാലും ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി തന്നേക്കണ കാര്യങ്ങൾ എഴുതാൻ പഠിക്കാം. ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? L. അത് തന്നിട്ടുണ്ട് 22 സെന്റിമീറ്റർ. ദെൻ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അതായത് നമ്മളൊരു സർക്കിൾ, ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നുള്ള റേഡിയസ് 100 തന്നിട്ടുണ്ട് നമുക്ക്. ഇനി എന്താണ്? അപ്പൊ ഇത് റേഡിയസ് തന്നെയാണ്, 100 വരും. ഈ ആർക്ക് ലെന്ത് ആണ് L ആണ് എത്ര തന്നേക്കണേ?
22 സെന്റിമീറ്റർ നമുക്ക് അതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഈ ഫോർമുല വെച്ച് L ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചേക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ തീറ്റ എപ്പോഴും എന്തിലാണ്, റേഡിയനിലാണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. തീറ്റ ഇൻ ഏതിലാണ്, റേഡിയൻ മെഷറിലായിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ആംഗിൾ മെഷർമെന്റ് കാണുമ്പോൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ്, തീറ്റ എപ്പോഴും എന്തിലായിരിക്കണം, റേഡിയനിലായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം L ഈക്വൽ ടു ആർ തീറ്റയാണ്. L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22 ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 100 ഇൻറ്റു തീറ്റ വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട തീറ്റ. ഈ തീറ്റയെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ 100 എങ്ങോട്ട് പോകും, ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പൊ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 22/100 കിട്ടി. ഇത് എന്തിലാ കിട്ടിയേക്കണം, റേഡിയനിലാ. നമ്മളോട് ആംഗിൾ മെഷർമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ റേഡിയന് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് റേഡിയനില. അപ്പൊ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ കിട്ടുന്ന റേഡിയൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു റേഡിയൻ മെഷർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഗ്രി മെഷർ ആക്കാൻ എന്താ നമ്മൾ പഠിച്ചേക്കണം, തീറ്റ ഈസ് ഈക്വൽ ടു 22/100 ഇൻറ്റു ഡിഗ്രി. റേഡിയനെ ഡിഗ്രി ആക്കാൻ നേരത്ത് ഡിഗ്രി മെഷറിൽ പൈ ഇല്ല. അപ്പൊ എവിടെ വരും, പൈ താഴെ വരും. അപ്പൊ പൈ താഴെ വരും. അപ്പൊ 180/π കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓർക്ക, റേഡിയനെ ഡിഗ്രി ആക്കാൻ നേരത്ത് എന്ത് ചെയ്യണം, 180/π കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് ഈ വാല്യൂ ആംഗിൾ മെഷർമെന്റ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 22/100 അങ്ങനെ തന്നെ എഴുതി. 22/100 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 22/7 ആണ്. അപ്പൊ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/100 അങ്ങനെ തന്നെ വരും. 180 അങ്ങനെ തന്നെ വരും. ഇതിനെ നമ്മൾ നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7/22 വരും. ഈ 22 ഈ 22 ക്യാൻസൽ ആയി പോകും. ഒരു സീറോയും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് വരും, 18 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 10 വരും. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 ഇൻറ്റു 0.7 വരും. 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.7 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12.6 വരും. ഇനി നമുക്കറിയാം ആദ്യം കിട്ടുന്ന ഇതിനകത്ത് ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷർമെന്റ് ആണ്. ഇനി ഇതിനകത്ത് നിന്ന് മിനിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പിന്നെ ഡെസിമൽ കഴിഞ്ഞ് വരുന്ന നമ്പറിനെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 36 വരും. 36 മിനിറ്റ് വരും. അതായത് നമ്മളൊരു ഡെസിമൽ നമ്പറിനെ റേഡിയൻ ആക്കാൻ നേരത്ത് ഇതിനെ ആദ്യമേ പ്രോഡക്റ്റ് ചെയ്യണം. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.6 വരും. ആദ്യം കിട്ടുന്ന ഡെസിമലിന് ഇപ്പറയുള്ള നമ്പർ എപ്പോഴും എന്താണ്, ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 0.6നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.6നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയും മക്കളെ, 36 വരും. അപ്പൊ ആ 36 എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 22/100 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, therefore തീറ്റ എന്ന് പറയുന്നത് 12 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മിനിറ്റ് വരും. 12 ഡിഗ്രി 36 മിനിറ്റ്. എല്ല് നമുക്ക് തന്നിട്ടുണ്ട് 22, റേഡിയസ് 100 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ ആംഗിൾ ആണ്. അപ്പൊ എല്ല് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ആർ തീറ്റ വരും. അതായത് ഈ ആംഗിൾ മെഷർമെന്റ് തീറ്റ, റേഡിയസ് 100, ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ 22 വരും. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ 22 ഇൻറ്റു 100 തീറ്റ വരും. അപ്പൊ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞതിന് ഈ 22ന്റെ താഴേക്ക് 100 വരും. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 22/100 വരും. നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആംഗിൾ മെഷർമെന്റ് റേഡിയനിലാണ്. അപ്പൊ റേഡിയനെ നമ്മൾ എന്താക്കി മാറ്റണം, ഡിഗ്രി ആക്കി മാറ്റണം. അപ്പൊ 22/100 ഇൻറ്റു 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റേഡിയനെ ഡിഗ്രി ആക്കാൻ നേരത്ത് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 22/7 കൊടുത്തു. അപ്പൊ ഈ 22 ക്യാൻസൽ ആയി പോകും. ഈ 7 നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, 18 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 10 വരും. 7 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാ, 0.7 വരും. അപ്പൊ 18 ഇൻറ്റു 0.7 എത്രയാ മക്കളെ, 12.6 വരും. ഇനി ആദ്യം വരുന്ന ഡെസിമലിന് ഇപ്പറയുള്ള 12 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയും 0.6നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മിനിറ്റുമാണ്. ഇനി നമ്മൾ ഡെസിമൽ വരുന്നുണ്ടെങ്കിലോ അതിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ, സെക്കൻഡ് കിട്ടും. ഇവിടെ മിനിറ്റിൽ ഓൾറെഡി തീരുവാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ഡിഗ്രി 36 മിനിറ്റ്. നമ്മുടെ ടെസ്റ്റ് എക്സസൈസ് 3.1 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്, 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ സെന്റർ ഒന്ന് കൊടുക്കാം. ഇവിടെ നിന്ന് കൊടുത്താൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 40 സെന്റിമീറ്റർ തന്നേക്കണം. ഡയമീറ്റർ 40 സെന്റിമീറ്റർ, ഡി 40 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയാണ് മക്കളെ, ഡയമീറ്ററിനെ ഡിവൈഡർ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡർ ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ വരും. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്.
അപ്പോൾ എവിടെ തൊട്ട് എവിടം വരെയുള്ള ഡിസ്റ്റൻസ്? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ വരും. ഇതും റേഡിയസ് ആണ്. ഇത് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതും റേഡിയസ് ആണ്. ഇവിടെയും 20 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ കോഡ് ലെന്ത് എന്ന് പറഞ്ഞ എത്രയാ? കോഡ് ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, കോഡ് ലെന്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആണ്. കോഡ് ലെന്ത് 20. എന്താ കോഡ് ലെന്ത് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കോഡ് ലെന്ത്. അത് എത്ര തന്നിട്ടുണ്ട്? അതും 20 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് 20 ആണ്, ഈ ഡിസ്റ്റൻസ് 20 ആണ്, ഈ ഡിസ്റ്റൻസ് 20 ആണ്. 3 സൈഡും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. എ എന്ന് പേര് കൊടുക്കാം, ഇതിന് ബി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഒ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 20 സെന്റിമീറ്റർ. അപ്പൊ ഒ എ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ എഴുതി. ഒ ബി എന്ന് പറയുന്നത് 20 ആണ്, എ ബി എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ 3 സൈഡും, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാ? എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒ എ ബി എന്ന് പറഞ്ഞ എന്ത് ട്രയാങ്കിൾ ആണ്? ഒ എ ബി എന്ന് പറഞ്ഞ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കോഡ് എന്ന് പറഞ്ഞ ഇതാണ് എൽ. ഈ കോഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 റേഡിയൻ വരും. അപ്പൊ തീറ്റയായി നമുക്ക് എന്താണ്? റേഡിയസ് ആയി. ഇനി ലെന്ത് ഓഫ് ആൻ ആർക്കാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെന്ത് എൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആർ തീറ്റ വരും. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വരും. തീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയനിൽ എപ്പോഴും എഴുതാമുള്ളൂ. ഓൾറെഡി റേഡിയൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 20 π/3 വരും. അപ്പൊ ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 20 π/3 സെന്റിമീറ്റർ.